എൻ്റെ വായ കൊണ്ട് പറയാൻ ഞാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് അബോർഷൻ എന്നുള്ളത്. കാരണം എൻ്റെ പരിചയത്തിലുള്ള വിവാഹിതരാകുന്ന കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ ആദ്യമേ പറയുക, ഏറ്റവും ആദ്യം ഒരു കുഞ്ഞ്, അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ സമയം മാറ്റാം. ആദ്യത്തെ കുഞ്ഞിനെ നമ്മൾ വേഗം തന്നെ സ്വീകരിക്കാൻ ഞാൻ തന്നെ എല്ലാവരും അഡ്വൈസ് ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ തന്നെ എൻ്റെ മകളോട് ഇങ്ങനെ പറയേണ്ടി വന്നപ്പോഴുള്ള ഒരു സങ്കടം, പക്ഷെ പറയാതെ തരവില്ലല്ലോ. അങ്ങനെ 3-ാമത്തെ ദിവസം വീണ്ടും സ്കാനിങ്ങിന് ചെല്ലുന്നു. ആ 3 ദിവസം നമ്മൾ എന്താ പറയുക, മരിച്ച് ജീവിച്ച പോലെയാണ്. 3-ാമത്തെ ദിവസം മോളുടെ അടുത്ത് ഡോക്ടറെ അടുത്ത് ചെല്ലുന്നു. ഡോക്ടർ സ്കാൻ ചെയ്യുന്നു. ആദ്യത്തെ സ്കാനിൽ തന്നെ എന്തോ ഒരു സംശയം, വീണ്ടും സ്കാൻ ചെയ്യാൻ പറയുന്നു. സ്കാൻ ചെയ്തു. ഡോക്ടർ തന്നെ അതിശയത്തോടെ എന്നെ വിളിച്ച് പറഞ്ഞു, ഷീബ ദാ നോക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ കൂടി കാണിക്കുന്നു. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അങ്ങനെ അന്ന് ഈ ഒരു വിഷമം ഉണ്ടായപ്പം ഞാനിങ്ങനെ കൃപാസന മാതാവിനെ കുറിച്ചൊക്കെ ഇങ്ങനെ കേൾക്കുന്നേ ഉള്ളൂ. പക്ഷെ അവിടെ എന്താ ഏതാണെന്നൊന്നും എനിക്കറിയില്ല. എന്താണേലും ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തു, പിന്നെ എനിക്ക് കുഞ്ഞിനെ തിരിച്ചു തന്നാൽ അമ്മയുടെ മുറ്റത്ത് ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വരും എന്നുള്ളത്. അങ്ങനെ മോളോടും പറഞ്ഞു. അങ്ങനെ മോള് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നോക്കാം, 3-ാം മാസത്തിൽ എല്ലാ സ്കാനിങ് നടന്ന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, 2 ആഴ്ചത്തെ വളർച്ചക്കുറവ് ഉണ്ടാവും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്താണേലും 9 മാസം പൂർത്തിയായി, ഡെലിവറി ടൈം ആയി കഴിഞ്ഞു. അത് ഡെലിവറിയിൽ ലേശം ഒരു കോംപ്ലിക്കേഷൻ ആയിരുന്നു. എന്നാലും അന്നേരവും പുറത്തിരുന്ന് ഞങ്ങളെല്ലാവരും മാതാവിനോട് പ്രാർത്ഥിച്ച് അവസാനം ഒരു കുഴപ്പമില്ലാത്തൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് മാതാവ് തന്നു. മോൾക്ക് അപ്പോൾ ഡോക്ടർ തന്നെ പറയുന്നു, മോൾക്കിപ്പോൾ 2 ആഴ്ചത്തെ വളർച്ച കൂടുതലായിട്ടാണ് തന്നിരിക്കുന്നത്. അവിടെ നടക്കുന്ന മാതാവിൻ്റെ വലിയൊരു അത്ഭുതമായിട്ട് തന്നെയാണ് ഞാനിതിനെ കാണുന്നത്, ഞങ്ങളെല്ലാവരും കാണുന്നത്.